ഹലോ, ഞാനുണ്ടാക്കി ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ബാഗ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാണല്ലോ, ഞാൻ ആദ്യം ഇത് ഒരു ഷോർട്സിന് വേണ്ടി എടുത്തതാണ്. എല്ലാം കട്ട് ചെയ്തു വന്നപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ കാണിക്കുന്ന സമയമൊക്കെ ആയപ്പോൾ തന്നെ ആ ഷോർട്സ് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ കിട്ടുന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ വിചാരിച്ചു, ഞാനാണെങ്കിൽ പിന്നെ ഞാൻ ക്യാമറ വീഡിയോ എടുത്തിട്ട് പിന്നെ ചെയ്തു. അപ്പോൾ ഇത് റീക്യാപ്പാണ്, അല്ല ഇതൊന്നും കൂടെ ചെയ്യുവാണ്. അപ്പോൾ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഏത് തീമാണ് ചെയ്തെന്ന് വെച്ചാൽ സാൻഡ്വിച്ച് തീമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുൻവശം കേട്ടോ. സാൻഡ്വിച്ച് തീമാണ് സംഭവം. സാൻഡ്വിച്ച് തീമാണ്. സാൻഡ്വിച്ച് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇത് കണ്ടിട്ടില്ല. ഒരു യൂട്യൂബ് നോക്കി ഞാൻ വരച്ചാണ് കേട്ടോ. എനിക്കൊന്ന് അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ബാഗാണ്. ഞാൻ ബാക്കിയെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി ഫസ്റ്റ് തന്നെ ഇത് പുറത്തൊക്കെ കണ്ടോ. എനിക്ക് ഫസ്റ്റ് തന്നെ ഇതാണ്. നമുക്ക് നോക്കാം. എപ്പിക്കാണ് എനിക്ക് കിട്ടിയത്. എപ്പിക്കാണ്. വെയിറ്റ്, പിന്നെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയേക്കുന്നൊരു സ്കുഷീസാണ്. സ്കുഷി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അമർത്താൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്തേക്കുന്ന സ്കുഷി ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൈമെലഡിയും പിന്നെ കുറോമയാണ് ഞാൻ ചെയ്തത്. കുറോമ എനിക്ക് ചിലയിടത്തേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതൊക്കെ ടേപ്പൊക്കെ ഞാനിത് പൊട്ടത്തിൻ്റെ ഫോണിൽ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിത് പൊട്ടത്തിനെന്ന് വെച്ചാൽ ഞാൻ കളർ അടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ടേപ്പൊക്കെ കൊണ്ട് ഒട്ടിച്ചങ്ങ് വെച്ചു. അപ്പോൾ സ്കെച്ച് കൊണ്ട് ഇതിൻ്റെ മേളിൽ ടേപ്പ് അടിക്കാൻ പറ്റത്തില്ല. ടേപ്പിൻ്റെ മേളിൽ അടിക്കാൻ പറ്റത്തില്ല, കളർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പിങ്ക് സ്കെച്ചിൻ്റെ പിങ്ക് മാർക്കർ ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാർക്കർ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത്ര പകുതിയായിപ്പോയി. ഞാൻ പൊട്ടത്തിനായിപ്പോയി. പക്ഷേ എനിക്കിത് ചെയ്യാനുള്ളൊരു മടി കൊണ്ട് ചെയ്തില്ല. കേൾപ്പിച്ചാരാ മൈമെലഡി ഞങ്ങൾ കേൾപ്പിച്ചാണ്. പക്ഷെ മൈമെലഡിയാണ് ഞാൻ കൂടുതൽ ഇതുകൊണ്ട് ചെയ്യുന്നത്. മൈമെലഡി നല്ല രസമുണ്ടല്ലേ. മൈമെലഡിയാണ് ഞാൻ നല്ല വൃത്തിക്ക് ഇത് ചെയ്യുന്നത്, സ്റ്റഫ് ചെയ്യുന്നത്. ഇവിടെ ചെറുതായിട്ട് കീറൊക്കെയാണ്, പക്ഷേ രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സ്കുഷീസാണ്. ഇതൊക്കെ ഞാനെങ്കിലും ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ലോക്ക് വീഡിയോ ഒന്നും വരുത്തില്ല കേട്ടോ ഇനി. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഇത് ക്രിസ്മസ് ടൈപ്പ് കൂടാണ്. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ എടുക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയൊരു ഇത് ഫുൾ തെറ്റാണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്കൊരു കൈ ഇത് പിടിക്കുന്ന ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയൊരു ഇത് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അത് ഞാൻ പുറത്തെടുത്തായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു രസമുള്ള ട്രീ ആണല്ലേ, അതുകൊണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു സ്റ്റാറ്. പക്ഷെ സ്റ്റാറിന് ഇത് എവിടെ ഒട്ടിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ ട്രീക്കകത്ത് എനിക്ക് സ്ഥലമില്ല. ട്രീ ആണെങ്കിൽ ഞാൻ വെട്ടി വന്നപ്പോൾ ട്രീ ആണെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഇത് വെക്കാൻ സ്ഥലമില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ വെക്കാതെ ഒട്ടിച്ച് വെക്കാതെ ഈ രണ്ട് ക്രിസ്മസ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഈ രണ്ട് സാധനമുണ്ട്, ഈ രണ്ടെണ്ണം ഉണ്ട്.
പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ കേട്ടോ ബുക്ക് ഒരിക്കലും മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ടേപ്പ് കൊണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അറിയും ഇവിടെ ടേപ്പ് ഒട്ടിക്കണം, താഴെ ടേപ്പ് ഒട്ടിക്കണം, മുകളിൽ ഇതൊക്കെ നമുക്ക് ഇട്ട് വെക്കണം അല്ലെ സ്കുഷീസ്. ശരിക്കും പറഞ്ഞ് ഈ ബ്ലൈൻഡ് ബാഗ് എന്ന് പറഞ്ഞ സാധനം പുറത്ത് പോയി കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. പക്ഷെ ഇവിടെ നിന്ന് കിട്ടത്തില്ല. കൊറിയ, ജപ്പാൻ, ചൈന അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലത്ത് നല്ല വൃത്തിക്ക് മേടിക്കാൻ കിട്ടുന്ന സാധനം തന്നെയാണ് ഈ ബ്ലൈൻഡ് ബാഗ് എന്ന് വെച്ചാൽ. ബ്ലൈൻഡ് ബാഗ് എന്ന് വെച്ചാൽ ഒരു ബോക്സ് പോലാണ് അത് ഗെയിം. പക്ഷേ സ്കുഷീസ് ഒന്നും കിട്ടുന്നില്ല. പുറത്തുനിന്ന് മേടിക്കുന്ന സ്കുഷീസ് കിട്ടത്തില്ല. അവിടെ ഒരു ബോക്സ് ഒരു ഗെയിം ബോക്സാണ്. ഒരു ഗെയിം ബോക്സ് ഇപ്പോൾ നമ്മുടെ നെറൂട്ടോ ഒക്കെ ഇല്ലേ, ജിറ്റ്സു അങ്ങനത്തെ നെറൂട്ടോ ടൈപ്പ് ഉണ്ട്, കിറ്റ്കാറ്റ്, കൊക്കക്കോള, കിറ്റ് അങ്ങനത്തെ കുറേ ബ്ലൈൻഡ് ബാഗ്സ് ഉണ്ട്. പുറത്തുനിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്കുഷി എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരിക്കലും ഒരു മടി കാണിക്കില്ല. മടി എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല. മടി കാണിച്ചിങ്ങനെ ഇവിടെ വയ്ക്കുക, ഇങ്ങനെ പ്ലക്കി ആയിപ്പോവും. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ നല്ലതാണ്. പക്ഷേ ഞാൻ കണ്ട യൂട്യൂബിലാണെങ്കിൽ എന്താ ചാനലിലാണെങ്കിൽ അവർ നല്ല വൃത്തിക്ക് സ്റ്റഫ് ചെയ്തായിരുന്നു. ഞാൻ നല്ല അങ്ങനെ ഒന്നുമല്ല, കുറച്ചേ സ്റ്റഫ് ചെയ്തുള്ളൂ. ഞാൻ കുറച്ച് അതുകൊണ്ടാണ് കണ്ടോ അവർ ചിലപ്പോൾ നല്ല വീർത്തിരുന്ന്. ഞാൻ ചെയ്തപ്പോൾ നോക്കി ഇങ്ങനെ ഇതിൻ്റെ സൈസ് കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ നമുക്ക് അത് പറഞ്ഞ സൗണ്ടൊക്കെ ഉണ്ടോ നോക്കി അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ ഏകദേശം വെച്ച് ചെറുതായിട്ടൊരു ഇതുണ്ട്. രസമുണ്ട് ബൈബിളുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബൈബിളിൻ്റെയാണ്. ഇനി വേറൊരു സമയം ഇതിനകത്ത് ഞാൻ നിറച്ചെങ്കിൽ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ നിറച്ചെന്ന് വെച്ചാൽ ഈ വർഷം ഞാൻ ക്രിസ്മസിന് ഞാൻ ഇത് മേടിച്ചായിരുന്നു, എന്താ ക്രിസ്മസ് ട്രീ മേടിച്ചായിരുന്നു. ക്രിസ്മസ് ട്രീ മേടിച്ചപ്പോൾ അതിൻ്റെ ഇതില്ലേ എതളിനകത്ത് എതളല്ല ഇങ്ങനെ തൂക്കി വെക്കണത്. അതിനകത്താണെങ്കിൽ ഇങ്ങനെ കവറിങ്ങനെ മൂടി വെച്ചേക്കുന്നതാണ് ഈ ഒരു കവറിൽ ഇങ്ങനെ ഇപ്പം ഇരിക്കുന്നത് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാനാണെങ്കിൽ ഈ ബ്ലൈൻഡ് ബാഗിൽ ഈ കവറിനകത്ത് ഇട്ടായിരുന്നു കുറച്ച് സൗണ്ട് വെക്കാൻ. കുറച്ചിതൊക്കെ അമങ്ങിയിരിക്കട്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരാം. അതെ, ഇതുപോലത്തെ കവേഴ്സാണ് ഞാൻ ഇട്ടത്, സ്റ്റഫ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ഞിയൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഇതാണ് നല്ല ബെസ്റ്റ്. കടയിൽ മേടിക്കാൻ കിട്ടുന്ന പച്ചക്കറിയൊക്കെ മേടിക്കാൻ കിട്ടുന്ന കവറില്ലേ, അതാണ് നല്ല ബെസ്റ്റ്. സൗണ്ടൊക്കെ കിട്ടുന്ന ബെസ്റ്റ് ഐറ്റം അതാണ്. നിങ്ങൾക്ക് അത് ഇതില്ലെങ്കിൽ നമുക്ക് ഈ പഴയ കളിപ്പാട്ടമല്ല പഴയ ഡോളിനകത്തുള്ള പഞ്ഞി അല്ലെങ്കിൽ നമ്മുടെ കിടക്കുന്ന അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കിടക്കുന്ന അതിൻ്റെ പഞ്ഞി എന്തെങ്കിലും എടുത്ത് വെച്ചാൽ പിന്നെ പഞ്ഞിയാണ് നല്ല രസം. പക്ഷെ ചെറുതായിട്ട് സൗണ്ട് ഇല്ല. പക്ഷെ ഇത് കണ്ടോ, പഞ്ഞി ഉണ്ടെങ്കിൽ നല്ല സ്റ്റഫായിരിക്കും. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ്. അപ്പോൾ നല്ല ഇതിനകത്ത് എന്തൊക്കെയാണ് കിട്ടി ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് കുറോബി ആൻഡ് ബൈൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ചിലപ്പോൾ ഇങ്ങനത്തെ സാൻഡ്രോയിഡ് ടൈപ്പ് അല്ലെങ്കിൽ കുറേ ടൈപ്പൊക്കെ സ്കുഷീസൊക്കെ വരും, അല്ലെങ്കിൽ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.